എല്ലാ പ്രിയപ്പെട്ട ഷാലോം ടി വി പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മറിയത്തിന്റെ പ്രാർത്ഥനയും മർത്തയുടെ പ്രവർത്തനവും കോർത്തിണക്കി ക്രിസ്തുവിന്റെ കരുണാർദ്രമായ സ്നേഹം അഗതികളിലും പാവപ്പെട്ടവരിലും പങ്കുവച്ച് അവരെ കൈപ്പിടിച്ചുയർത്തുവാനായി ദേവദാസൻ ഫാദർ വർഗീസ് പയ്യപ്പിള്ളിയാൽ രൂപം കൊണ്ട അഗതികളുടെ സഹോദരിമാരുടെ സന്യാസിനി സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ ജ്യോതിസ് തന്റെ പ്രവർത്തന മേഖലയിൽ വ്യത്യസ്തയാണ്. എറണാകുളം അതിരൂപതയിലെ കോക്കമംഗലം ഇടവകയിൽ പുളിക്കപ്പറമ്പിൽ കുടുംബാംഗമായ ഈ സന്യാസിനി ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് ഏറെ ശ്രദ്ധേയയാവുകയാണ്. അനാഥരുടെയും അഗതികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി അവർക്ക് നിയമത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ അക്ഷീണം യത്നിച്ച് സമൂഹത്തിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുകയാണ് ഈ സമർപ്പിത. ദൈവസന്നിധിയിൽ നിന്നും ശക്തി സ്വീകരിച്ച് അനേക ജീവിതങ്ങൾക്ക് വെളിച്ചമായി മാറുന്ന ഈ സമർപ്പിതയുടെ ജീവിത വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് കോട്ടയം കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് റവറൻ സിസ്റ്റർ ജ്യോതിസ് തോമസിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ കോട്ടയം ബാറിൽ ഞാൻ അംഗമായിട്ട് കഴിഞ്ഞ 37 വർഷക്കാലം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം കേരള ഹൈക്കോടതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. തിരുവസ്ത്രം അണിഞ്ഞ് വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഏക കന്യാസ്ത്രീയായിരിക്കുന്ന അഡ്വക്കേറ്റാണ് ജ്യോതിസ് തോമസ് സിസ്റ്റർ എന്ന് പറയാനായിട്ട് വളരെ വളരെ സന്തോഷമുണ്ട് എനിക്ക്. സിസ്റ്റർ വളരെ ഉത്സാഹത്തോടു കൂടി വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ പ്രൊഫഷനിൽ തൻ്റെ സേവനം കർത്തവ്യം ഒക്കെ നിർവഹിച്ചു വരുന്നത്. കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പാനലിലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ വരുന്ന പരാതികൾ അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ പ്രകാരത്തിലുള്ള സിവിൽ ക്രിമിനൽ കേസുകൾ കൊടുക്കുകയും തൻ്റെ അടുത്ത് വരുന്ന കക്ഷിക്ക് ആ സങ്കട പരിഹാരത്തിനുള്ള മാർഗങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ സേവനമാണ് സിസ്റ്റർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ലീഗൽ സർവീസസ് അതോറിറ്റി മുഖാന്തരം വരുന്ന കക്ഷികൾ പലപ്പോഴും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടുമൊക്കെ വളരെ വലിയ പിന്നോക്കാവസ്ഥ നേരിടുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തൻ്റെ സേവനം വേർതിരിച്ച് ആ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായൊരു സംഗതിയാണ്. അതുകൂടാതെ പോലീസ് സ്റ്റേഷനുകളിൽ അതുപോലെ തന്നെ വനിതാ സെല്ലിൽ ഒക്കെ പോയി അവിടെ പരാതികളെ പരിഹരിക്കത്തക്കവണ്ണമുള്ള വലിയ സേവനവും സിസ്റ്റർ കൊടുക്കുന്നുണ്ട്. ആ രംഗങ്ങളിലൊക്കെ സേവനം അനുഷ്ഠിക്കുമ്പോൾ പലപ്പോഴും ലഭിക്കുന്ന പ്രതിഫലം തുലവും തുച്ഛമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാം പ്രതിഫലത്തിൻ്റെ ആ ഒരു വ്യവസ്ഥ നോക്കിയിട്ടല്ല, മറിച്ച് സേവനം എന്നുള്ള ഒരു നിലയിലാണ് സിസ്റ്റർ അഭിഭാഷക വൃത്തിയെ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോടതിയിലാണെങ്കിലും സിസ്റ്ററിൻ്റെ സാന്നിധ്യം വളരെ വളരെ പ്രത്യേകതയുള്ളതൊന്നായിട്ട് അവിടെ കോടതിയിൽ വരുന്ന കക്ഷികൾക്കും അതുപോലെയുള്ള ആൾക്കാർക്കുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സൗമ്യവും ദീപ്തവുമായ ഒരു സാന്നിധ്യമാണ് സിസ്റ്ററിൻ്റേത്. 3 വർഷക്കാലത്തെ അഭിഭാഷക വൃത്തിയുടെ ആ ഒരു പരിശീലനം എന്ന് പറയുന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ആ സേവനത്തിൻ്റെ ആ വ്യാപ്തിയൊക്കെ നോക്കിയാൽ തുച്ഛമായിട്ട് തോന്നും എന്നുണ്ടെങ്കിലും ഈ 3 വർഷക്കാലം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സിസ്റ്ററിന് കഴിഞ്ഞു. അത് ഈ രംഗത്തുള്ള അർപ്പണ ബോധവും അതുപോലെ തന്നെ താൻ ഏറ്റെടുത്തിരിക്കുന്ന ആ ചുമതല അതെത്ര ദൈവികമാണ് എന്നുള്ള തിരിച്ചറിവുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതുപോലെയുള്ള അനേകം ആൾക്കാർ ഇതുപോലുള്ള രംഗങ്ങളിലേക്കൊക്കെ കടന്നു വന്ന് സമൂഹത്തിൻ്റെ വലിയ ഒരു മാറ്റത്തിൻ്റെ കണ്ണികളായി പ്രവർത്തിക്കാൻ ഇടയാവണം. സിസ്റ്ററിന് ഞാൻ എല്ലാ മംഗളവും ആശംസിക്കുന്നു.
മർത്ത ആൻഡ് മേരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സിസ്റ്റർ ജ്യോതിസിന് ഹൃദ്യമായി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സിസ്റ്ററിൻ്റെ കുടുംബത്തെ പറ്റിയും സന്യാസ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പിനെ പറ്റിയും നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം സിസ്റ്റർ പിന്നീട് LLBക്ക് ജോയിൻ ചെയ്യുകയായിരുന്നു. നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം അന്നത്തെ പ്രോൺസിലായിരുന്ന മദർ ബ്ലസ്സിയ എന്നോട് ആവശ്യപ്പെട്ടു ജ്യോതിസ് LLB പഠിക്കണമെന്ന്. അപ്പം അത് കേട്ടപ്പോൾ ഞാൻ ഒട്ടും തീരെ പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയായിരുന്നു അത്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഫീൽഡിലേക്ക് ഞാൻ എങ്ങനെ ഇറങ്ങും എന്നൊരു ആകുലത ഉണ്ടായിരുന്നു കേട്ട ഉടനെ തന്നെ. അപ്പം ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സമയങ്ങളിലെല്ലാം ഈശോയുടെ ഹിതം എന്താണ്, ഞാൻ എങ്ങനെ ഇതിനോട് യെസ് പറയും എന്നൊരു ആകുലതയോടുകൂടി ഈശോയുടെ മുമ്പിലായിരുന്നു. ആ നാളുകളിലെല്ലാം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ദൈവം തൻ്റെ കൃപയും കരുണയും ചൊരിഞ്ഞുകൊണ്ട് അത്ഭുതകരമായി എന്നെ വഴി നടത്തിയ അനുഭവങ്ങളെ എൻ്റെ ജീവിതത്തിലുള്ളൂ. അപ്പോൾ ഇതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അധികാരികളിലൂടെ ദൈവത്തിൻ്റെ ഹിതമാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ഉറച്ച് വിശ്വസിക്കാൻ എനിക്ക് സാധിച്ചു. ആ ഒരു സിസ്റ്ററിൻ്റെ സ്വന്തം താല്പര്യത്തിലല്ലേ LLBക്ക് ജോയിൻ ചെയ്യുന്നത്? അല്ല, നമ്മുടെ സഭയുടെ ആവശ്യം. SD സന്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിൽ സ്ഥാപന ശുശ്രൂഷയിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. എന്നാൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് ക്രമേണ സമൂഹാധിഷ്ഠിത ശുശ്രൂഷകളിലേക്ക് SD തിരിഞ്ഞു തുടങ്ങി. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അഗതിത്വം അനുഭവിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ നീതി നിഷേധിക്കപ്പെടുന്ന അനേകായിരങ്ങൾ, തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്ത, ശബ്ദമില്ലാത്ത അനേകായിരങ്ങൾ ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവിലൂടെയാണ് ഈ രംഗത്തേക്ക് SD പ്രവേശിക്കുന്നത്. ഈ ലീഗൽ മിനിസ്ട്രിയിലേക്ക് SD പ്രവേശനം അങ്ങനെയായിരുന്നു. ഓക്കെ, SD സന്യാസ സമൂഹത്തിൽ നിന്നും ആദ്യമായി സിസ്റ്റർ ജ്യോതിസ് ആണോ ലീഗൽ മിനിസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്, അതോ ഇതിനു മുൻപ് വല്ല സന്യാസികൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് SD സന്യാസ സമൂഹത്തിൽ ആദ്യമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് സിസ്റ്റർ സുമാ ജോസ് ആണ്. ഡൽഹി പ്രോവിൻസിലെ സിസ്റ്ററാണ്. സിസ്റ്റർ LLB പഠനത്തിന് ശേഷം ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ 7 സിസ്റ്റേഴ്സ് SD സന്യാസ സമൂഹത്തിൽ LLB പഠനത്തിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റർ ജ്യോതിസിന് LLB പഠിച്ചു തുടങ്ങിയതിന് ശേഷം മനസ്സിലായി കാണും, മറ്റ് വിഷയങ്ങളും മറ്റ് പഠനരംഗങ്ങളെക്കാളും തികച്ചും വ്യത്യസ്തമായൊരു മേഖലയാണ് LLB. തികച്ചും വ്യത്യസ്തമായൊരു പഠന രീതിയാണ്. ആ കാലഘട്ടം സിസ്റ്റർ എൻജോയ് ചെയ്തോ അതോ ബുദ്ധിമുട്ടായിരുന്നു? തികച്ചും വ്യത്യസ്തമായൊരു പഠന മേഖലയായിരുന്നു ഇത്. LLB പഠനം അത് IPC CRPC ഒക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞുള്ള അറിവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് അനുദിന ക്ലാസ്സുകളിൽ അത് വിഷയമാവുകയും അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ വന്നപ്പം ആദ്യമൊന്നും പകച്ചു നിന്നെങ്കിലും ക്രമേണ അത് എൻ്റെ ജീവിതത്തിൻ്റെയും ഭാഗമായിട്ട് മാറി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും IPC CRPC CPC എല്ലാം എൻ്റെ ജീവിതത്തിൻ്റെയും ഭാഗമായി മാറുകയായിരുന്നു. അപ്പോൾ കൂടുതൽ ആവേശത്തോടെ തീക്ഷ്ണതയോടെ അതിനെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും കൂടുതൽ വായിച്ചറിയുവാനും ഞാൻ ശ്രദ്ധിച്ചു. ആ കാലഘട്ടം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. പഠന കാലഘട്ടവും എൻ്റെ ക്ലാസ്സിൽ 150ഓളം കുട്ടികളുണ്ടായിരുന്നു. പല പ്രായത്തിലുള്ളവർ, റിട്ടയർഡ് ചെയ്തവരൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വന്നിരുന്നു. അപ്പോൾ 150 പേരിൽ ഭൂരിഭാഗം പേരും ലീഗൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വന്ന, ഒരു പക്ഷേ പേരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരാരെങ്കിലുമൊക്കെ ഈ ഫീൽഡിലുള്ളവരായിരുന്നു കൂടുതലും. അപ്പോൾ അവർക്ക് പഠിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്ത് അവർ കൊടുക്കും. ആ ഒരു സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ അങ്ങനെ അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു. അപ്പോൾ ഒരു നിസ്സഹായതയുടെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ നാളുകളിലെല്ലാം ഈശോ എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ളൊരു ഉറച്ച ബോധ്യം അനുഭവത്തിലൂടെ, ജീവിതാനുഭവങ്ങളിലൂടെ എനിക്കത് മനസ്സിലാക്കി കിട്ടുകയായിരുന്നു. പല സാഹചര്യങ്ങളിലും ഇതിനുള്ള ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും സംഘടിപ്പിക്കാനും പല വ്യക്തികളിലൂടെയും ലൈബ്രറി പുസ്തകങ്ങളിലൂടെ എല്ലാം അത് കളക്ട് ചെയ്ത് കിട്ടുവാനും ഏറ്റവും നന്നായി തന്നെ സെമിനാറുകളും പേപ്പർ വർക്കുകളെല്ലാം ഏറ്റവും നന്നായി തന്നെ ക്ലാസ്സിൽ ചെയ്യുവാനും ഒക്കെ സാധിച്ചു. അത് ഏറെ ഒരു ഈശോയായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ച ഒരു നാളുകളായിരുന്നു. നമ്മൾ ദൈവം ഒരു നിയോഗം ഏൽപ്പിച്ചാൽ അതിന് വേണ്ട കരുത്തും ശക്തിയും നൽകി ഒപ്പമുണ്ടാകും എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് സാധിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ലഭിച്ച വചനം ഇതായിരുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായം 8 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. മൂകരും അനാഥരുമായവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക, നീതിപൂർവ്വം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കുവാനും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക. ഈ വചനം ലഭിച്ചപ്പോൾ എനിക്ക് കൂടുതൽ വ്യക്തമാകുകയായിരുന്നു വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ഈശോ വലിയൊരു ദൗത്യം എന്നെ ഏൽപ്പിക്കുകയാണെന്ന്.
ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായി മാറുക, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുക. ഈ ഒരു വെളിച്ചം ലഭിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആവേശത്തോടെ തീക്ഷ്ണതയോടെ ഈ ഫീൽഡിലേക്ക് കടന്നു വരുവാനും ഉത്സാഹത്തോടെ പഠിക്കുവാനും എനിക്ക് സാധിച്ചു. പഠനത്തിന് ശേഷം സിസ്റ്റർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ഉടനെ ആരംഭിച്ചോ? റിസൾട്ട് അറിഞ്ഞതിന് ശേഷം 2011 നവംബർ 16 എൻറോൾമെൻറ്റ്. അതിനുശേഷം പ്രാക്ടീസ് ആരംഭിച്ചത് കോട്ടയം ജില്ലാ കോടതിയിലായിരുന്നു. അഡ്വക്കേറ്റ് ജോജി ചിറയലിൻ്റെ ജൂനിയറായിട്ടാണ് ഞാൻ പ്രാക്ടീസ് ആരംഭിച്ചത്. സാറിൻ്റെ ഒപ്പമായിരുന്നു ഇരിക്കുന്ന നാളുകളിൽ കേസുകളെക്കുറിച്ച് കൂടുതൽ വ്യക്തതയോടെ പഠിക്കുവാനും കേസുകൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ റെപ്രസെൻ്റ് ചെയ്യുവാനും അപ്പീലുകൾ വാദിക്കുവാനും ഒക്കെ സാർ അവസരം തന്നു. അങ്ങനെ വളർത്തുന്ന ഒരനുഭവമായിരുന്നു സാറിൻ്റെ ഒപ്പം ലഭിച്ചത്. വക്കീലായാൽ നുണ പറയേണ്ടി വരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സത്യസന്ധമായി മേഖലയിലായിരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുമോ? ഈ ചോദ്യം പലരും പഠിച്ചു തുടങ്ങിയ നാൾ മുതൽ തന്നെ പലരും എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സിസ്റ്റർ കള്ളം പറയേണ്ടി വരത്തില്ലേ, അപ്പോൾ സിസ്റ്ററിന് കള്ളം പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അഭിഭാഷകരെല്ലാം കള്ളം പറയുന്നവരാണ് എന്ന ധാരണ തന്നെ തെറ്റാണ്. നല്ല മനസ്സാക്ഷിയുള്ളവർ എന്നും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഫീൽഡിൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ സത്യത്തിൻ്റെ കൂടെ നിൽക്കണമോ വേണ്ടയോ അത് തിരഞ്ഞെടുക്കാനുള്ള, സത്യമായത് മാത്രം ചെയ്യുമെന്ന് ഒരു ഉറപ്പുള്ളവർക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സത്യത്തിനെതിരായിട്ട് വരുന്ന കേസുകൾ, അതിന് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അതിനോട് നോ പറയാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പം ഒരിക്കലും ഈ സന്യാസം, എൻ്റെ വിളിയും ഈ പ്രൊഫഷനും തമ്മിലൊരു സംഘർഷം എനിക്ക് അനുഭവപ്പെട്ടില്ല. ഞാൻ അണിഞ്ഞിരിക്കുന്ന ഈ കുരിശ് തന്നെ എന്നും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും നീതിക്ക് വേണ്ടി പോരാടുവാനുള്ള കരുത്താണ് എനിക്ക് നൽകുന്നത്. അങ്ങനെ ഏതെങ്കിലും കള്ളം പറയേണ്ട അവസ്ഥ വന്ന ഏതെങ്കിലും ഒരു കേസോ അങ്ങനെ എന്തെങ്കിലും അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നത് നോ പറഞ്ഞൊരു കേസ് ഇതായിരുന്നു. ഒരു ദിവസം ഒരു മനുഷ്യൻ എന്നെ സമീപിച്ചിട്ട് ചോദിച്ചു, സിസ്റ്റർ പുറത്തുള്ള സഭയുടെ കേസുകൾ മാത്രമാണോ വാദിക്കുന്നതോ പുറത്തുള്ളവർക്ക് വേണ്ടി വാദിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടി തന്നെയാണ്, സഭയുടെ കേസുകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ആവശ്യപ്പെട്ടത്, മണൽ മാഫിയ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കുറേ കേസുകളുണ്ട്, അപ്പം വിശ്വസിച്ച് ആരെയും ഏൽപ്പിക്കാൻ പറ്റില്ല, സിസ്റ്റർ ആകുമ്പോൾ അത് വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ഉറപ്പുണ്ട്, ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് നോ പറഞ്ഞു, ഇത്തരം കേസുകൾ ഞങ്ങൾ ചെയ്യില്ല എന്ന് നോ തീർത്തു പറഞ്ഞു അവരോട്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ പ്രചോദനമായ ഒരു അറിവാണ് സിസ്റ്റർ തന്നത്. ഈ ഫീൽഡിൽ എത്രത്തോളം സത്യസന്ധമായി നിലനിൽക്കും എന്ന് സിസ്റ്റർ നമ്മൾക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ ഒരു സിസ്റ്റർ എന്ന നിലയിൽ പലപ്പോഴും ചിലപ്പോൾ തിരസ്കരണം നമ്മൾക്ക് നേരിടേണ്ടി വരാം. അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളോ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എൻ്റെ ഈ ഫീൽഡിലുള്ള അനുഭവത്തിൽ ഒരിക്കലും ഒരു തിരസ്കരണം കോടതിയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു സിസ്റ്റർ എന്ന നിലയിൽ, സന്യാസിനി എന്ന നിലയിൽ എൻ്റെ വാക്കുകൾക്ക് കൂടുതൽ അംഗീകാരം നൽകുന്ന അനുഭവമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ജഡ്ജസും മറ്റ് ലോയേഴ്സും ഒക്കെ കൂടുതൽ അംഗീകരിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. എൻ്റെ വ്യക്തിപരമായ ലാഭത്തിനോ നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്, അഭിഭാഷകയുടെ കുപ്പായ അണിഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊരിക്കലും അവർക്ക് തോന്നിയിട്ടില്ല. ആ ഒരു ബോധ്യം അവർക്കുള്ളത് കൊണ്ടാകാം വാക്കുകൾക്ക്, ഞാൻ പറയുന്ന വാക്കുകൾക്ക് അവിടെ കൂടുതൽ വില ലഭിക്കുന്ന, അംഗീകാരം ലഭിക്കുന്ന അനുഭവമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ അരമന കോടതിയിലും സിവിൽ കോടതിയിലും എല്ലാം ഒരുപാട് വിവാഹമോചന കേസുകൾ കെട്ടിക്കിടക്കുന്നതായി നമുക്ക് കേൾക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെയുള്ള സിസ്റ്ററിൻ്റെ നിലപാട് എന്താണ്? ഫാമിലി കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു സംഘർഷം നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടാറുണ്ട്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്തരുത്, ആ ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിലുമുള്ളത്. അതിലുപരിയായിട്ട് മാതാപിതാക്കൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ അവരുടെ ആശയങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പരസ്പരം സംഘർഷം ഉണ്ടാകുമ്പോൾ അതിനിടയിൽ ഏറെ നിസ്സഹായത അനുഭവപ്പെടുന്ന, അഗതിത്വത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന കുട്ടികൾ അതിനിടയിലുണ്ട്. അവരിലേക്കാണ് ഞാൻ എൻ്റെ ശ്രദ്ധ എന്നും തിരിഞ്ഞിരുന്നത്. അപ്പോൾ അവരുടെ ആ വേദനയും നിസ്സഹായതയൊക്കെ മാതാപിതാക്കൾക്ക് മുമ്പിൽ എടുത്തു കാണിക്കുവാനും അതുകൊണ്ട് തന്നെ പല കേസുകളിലും അവർ കൂടുതൽ സ്നേഹത്തിലേക്ക്, അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. പിന്നെ പരമാവധി കേസുകളിലും ഇത് അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും പല സാഹചര്യത്തിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു വിധത്തിലും ഇവർക്ക് യോജിച്ചു പോകാൻ സാധിക്കില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ തന്നെ അടുത്ത സ്റ്റെപ്പ്, മോചനത്തിനായുള്ള സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. സിസ്റ്റർ ഇതിനു മുന്നേ വിവാഹമോചന കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ചെയ്യാനിടയായിട്ടുണ്ട്. അപ്പം കാനൽ ലോയിൽ, പേഴ്സണൽ ലോയിൽ നമുക്ക് വിവാഹമോചനം എന്നൊരു ആശയമില്ല. അപ്പം സിവിൽ ലോയിൽ വിവാഹമോചനം, അപ്പം വിവാഹം നടക്കുന്നത് കാനൽ ലോ അനുസരിച്ച്, വിവാഹമോചനം സിവിൽ ലോയുടെ ഇതിലാണ്.
അപ്പോൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് സിവിൽ ലോയും പേഴ്സണൽ ലോയും നിലനിൽക്കുമ്പോൾ സിവിൽ ലോയാണ് അതിൽ നിലനിൽക്കുന്നത്. അപ്പം ഇപ്പം മിക്കവാറും അരമന കോടതികളിലാണെങ്കിലും സിവിൽ കോടതികളിൽ വിവാഹമോചനം നേടിയതിന് ശേഷമാണ് പെറ്റീഷൻസ് അരമന കോടതികളിൽ മൂവ് ചെയ്യുന്നത്. കോടതിയിലെ പ്രാക്ടീസിനോടൊപ്പം തന്നെ സിസ്റ്ററിന് മറ്റ് ഏതെല്ലാം മേഖലകളിൽ സഹകരിക്കാൻ സാധിക്കുന്നുണ്ട്? എനിക്ക് ലഭിച്ചൊരു വലിയ അവസരമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ലീഗൽ സർവീസ് അതോറിറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ വർഷം തന്നെ, ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് കേസുകൾ ലഭിച്ചു തുടങ്ങി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ സംവിധാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇത് പാവപ്പെട്ടവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുക, പണമില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും നീതി നിഷേധിക്കപ്പെടരുത് എന്ന ഒരു ലക്ഷ്യത്തോടെ അവരുടെ മോട്ടിവേഷനോട് ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കേസുകൾ തീർത്തും പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേസുകളാണ്. അത് ചെയ്യുമ്പോൾ അർഹരായവർക്ക് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാനും അവർക്ക് വേണ്ടി നിലകൊള്ളുവാനും സാധിക്കും. അങ്ങനെ അവരിൽ നിന്ന് ഫീസ് വാങ്ങാതെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ, വനിതാ സെല്ലിൽ അവിടെ ലീഗൽ എയ്ഡ് ക്ലിനിക്കുകൾ കണ്ടക്ട് ചെയ്യാനും പിന്നെ ലീഗൽ അവയർനെസ് പ്രോഗ്രാം നൽകാനായിട്ട് വിവിധ സ്കൂളുകളിൽ പോകാനും ഒക്കെ അവസരം ലഭിക്കുന്നുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും കേസിൽ ഇടപെട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം ആകുന്നതിന് മുമ്പ് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് കേസുകൾ ലഭിച്ചു. ആദ്യമായിട്ട് ഞാൻ ചെയ്ത ക്രിമിനൽ കേസും അതായിരുന്നു. ഒരു പയ്യൻ്റെ കേസ്, 23 വയസ്സുള്ളൊരു പയ്യനായിരുന്നു അത്. എൻ്റെ കക്ഷി, അവൻ കസ്റ്റഡിയിലായിരുന്നു. അപ്പോൾ ഈ കേസ് ലഭിച്ച് എനിക്ക് വക്കാലത്ത് തന്നതിന് ശേഷം ഞാൻ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ പോലീസുകാരുടെ ഇടയിൽ ഇവൻ ഇരിക്കുന്നുണ്ട്. അത് അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ ആദ്യം ഞാനൊന്ന് ഭയപ്പെട്ടു. നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണല്ലോ അത്. പക്ഷേ അന്ന് പ്രാർത്ഥനയോടെ അവിടേക്ക് കടന്നു ചെന്നു. അവൻ്റെ വാക്കുകൾ ശ്രവിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ മോഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ പോലീസ് ചുമത്തിയിരുന്നത് IPC 401 സെക്ഷനാണ്, ആ ഒഫൻസാണ് ചുമത്തിയിരുന്നത്. അപ്പോൾ ഒരു മോഷണം നടത്തിയാൽ 3 വർഷത്തെ തടവാണ് അവന് ലഭിക്കുന്നത്, കുറ്റം തെളിഞ്ഞാൽ. പക്ഷേ ഈ 401 അനുസരിച്ച് ഒരു തെറ്റ് ചെയ്താൽ, ഈ കുറ്റം തെളിഞ്ഞാൽ അവന് 7 വർഷത്തെ തടവാണ് ലഭിക്കുന്നത്. അപ്പോൾ അത്രയും ഗൗരവമേറിയ ഒരു ഹബിച്വൽ ഒഫൻഡേഴ്സിന് നൽകുന്ന ഒരു നടപടികളാണത്. ക്രൈം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നൽകുന്നത്. അപ്പം അവനെ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പള്ളിയുടെ നേർച്ചപ്പെട്ടിയുടെ അവിടെ മോഷണത്തിനായിട്ട് നിന്നു എന്നുള്ള രീതിയിലാണ് അവർ അറസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം ആ കേസ് കൈകാര്യം ചെയ്തപ്പോൾ ജയിലിൽ പോകേണ്ടി വന്നു. അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നതൊക്കെ പുതിയ അനുഭവമായിരുന്നു. പിന്നെ പോലീസുകാരെ, സെയിം മറ്റു പോലീസുകാരെയാണ് ക്രോസ് വിസ്താരം ചെയ്യേണ്ടിയിരുന്നത്. അവിടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടും ആ ശക്തിയോടും കൂടി ചെന്ന് അതൊക്കെ ചെയ്യാനും ഒക്കെ അവസരം ലഭിച്ചു. ഈശോന് കൂടെ ഉണ്ടായിരുന്ന അനുഭവമായിരുന്നു അതൊക്കെ ചെയ്ത്. അവസാനം ആദ്യം ജാമ്യത്തിനുള്ള നീക്കങ്ങളാണ് നമ്മൾ ചെയ്ത്. ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കരയടച്ച രസീത്, ഇവന് ഒരു ബന്ധുവിൻ്റെ ഒരു കരയടച്ച രസീത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഈട് വയ്ക്കാനില്ലായിരുന്നു. ഇവർക്ക് പട്ടയം ലഭിച്ച, ഹൈ റേഞ്ചിലാണ് വീട്, പട്ടയം ലഭിച്ച ഒരു പ്രോപ്പർട്ടിയാണുള്ളത്, അത് ഈട് വയ്ക്കാൻ പറ്റില്ല. അത് ആ അവസ്ഥയിൽ കോടതി ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു, എങ്കിൽ ജാമ്യം നൽകാൻ സാധിക്കില്ല, പക്ഷേ ഈ കേസ് വേഗം നടത്തി, നിരന്തരം നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് കേസ് വേഗം നടത്തി നമുക്ക് വിധി പറയാം എന്നുള്ള നിലപാടിലെത്തി. വേഗം തന്നെ വിസ്താരം, അതിൻ്റെ നടപടികളൊക്കെ മുമ്പോട്ട് പോയി. അവസാനം വിധി പറയുന്ന ദിവസം, അവരുടെ മൊഴികളിൽ വൈരുദ്ധ്യത കണ്ട് പോലീസിൻ്റെ, അവസാനം വിധി പറയുന്ന ദിവസം കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. അന്ന് അമ്മയും സഹോദരിയും, ഈ പയ്യൻ്റെ സഹോദരിയും ഹൈറേഞ്ചിൽ നിന്ന് വന്നിരുന്നു ഇവനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ അന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇവർ തമ്മിൽ ഒത്തിരി പ്രായവ്യത്യാസമുണ്ട്. ഇവന് 23 വയസ്സ്, പെൺകുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പ്രായമുള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി യൂണിഫോമാണ്, സ്കൂൾ യൂണിഫോമാണ് ധരിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, എന്താ സ്കൂളിൽ നിന്നാണ് കുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അമ്മ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞത്, കുറച്ച് ദൂരം വരെ ഈ യൂണിഫോം ഉണ്ടെങ്കിൽ ST ലഭിക്കും, ട്രാൻസ്പോർട്ടേഷന് കൺസെഷൻ ലഭിക്കും, അതുകൊണ്ട് ആണ് യൂണിഫോം ഇട്ടതെന്നൊക്കെ അപ്പം മനസ്സിലായി അവരുടെ വീടിൻ്റെ അവസ്ഥ. പിന്നെ അമ്മ തന്നെ പറഞ്ഞു, അവൻ്റെ വീടിൻ്റെ സാഹചര്യം കൊണ്ടാണ് അവൻ ഇങ്ങനെയായി തീർന്നത്. അപ്പൻ കഞ്ചാവിനും മറ്റ് ലഹരികൾക്കൊക്കെ അടിമയാണ്, ഇവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ട് ആണ് ഇവനിങ്ങനെയായി പോയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചെയ്തത് ശരിയാണെന്നുള്ളൊരു ഇതിലേക്ക് വരാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവനെ വെറുതെ വിട്ട് കഴിഞ്ഞപ്പോൾ അമ്മ കൊണ്ട് കയ്യിൽ 10 രൂപയുടെ മുഷിഞ്ഞ 2-3 നോട്ടുകൾ അടുക്കി പിടിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇത് മാത്രമേ എനിക്ക് തരാനുള്ളൂ, ഇത് വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിലൊരു വേദന തോന്നിയ അനുഭവമായിരുന്നു. ആ പയ്യനെ ഞാനത് വാങ്ങിയില്ല, തിരിച്ചവർക്ക് തന്നെ നൽകി. എന്നിട്ട്
ആ പയ്യനെ അവരോടൊപ്പം പറഞ്ഞു വിട്ട്. അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ആദ്യത്തെ ക്രിമിനൽ കേസുമായിരുന്നു. ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവമാണത്. കോടതിയിൽ ഇത്രയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും മഠത്തിൻ്റെതായ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതര പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും നമ്മളായിരിക്കുന്ന ഇടവകയിൽ ഒത്തിരി സേവനങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്നെ സംബന്ധിച്ച് 4 ഉത്തരവാദിത്തങ്ങളാണുള്ളത്. ഒന്ന്, ഒരു SD സന്യാസിനി എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തം, ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോൾ, ഒരു മഠത്തിൻ്റെ അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ മഠത്തിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, ഒരു ഇടവകയിലായിരിക്കുമ്പോൾ ഇടവകയിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, പിന്നെ ഒപ്പം കോടതിയിൽ അവിടുത്തെ പഠനങ്ങൾ, കേസുകൾ പഠിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം, എന്നും കോടതിയിൽ പോകണം, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. ഈ 4 ഉത്തരവാദിത്തങ്ങൾക്കിടയിലും നിന്നുകൊണ്ട് എങ്ങനെ ഈ ജീവിതത്തെ സമഗ്രമായിട്ട് മുമ്പോട്ട് നയിക്കുക, ഇതെല്ലാം എങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകാം എന്നുള്ളത് അത് യഥാർത്ഥത്തിലൊരു കലയാണ്. അപ്പോൾ ഈ നാളുകൾ കൊണ്ട് ഞാൻ ആർജിച്ചെടുത്തത് അതാണ്. എല്ലാ മേഖലകളും കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ഇതുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നിയമം പാസ്റ്ററൽ വർക്കിൽ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇഫക്റ്റീവായിട്ട് പാവങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട്, അവരെ സഹായിക്കാനായിട്ട് നിയമം ഒത്തിരി സഹായിക്കുന്നുണ്ട്. കോടതിയിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളും അവിടുത്തെ അനുഭവങ്ങളൊക്കെയും തീർച്ചയായിട്ടും നമ്മുടെ സാധാരണക്കാരിലേക്ക് നിയമത്തെ എത്തിച്ചു കൊടുക്കാനും നിയമത്തിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നുണ്ടല്ലോ. കോടതിയിൽ തീർച്ചയായിട്ടും കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോഴും അപ്പം ഞായറാഴ്ചകളിൽ ഞാൻ കൗൺസിലിങ്ങിന് പോകുന്നുണ്ട്. സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് അവിടെ ആയിരിക്കുമ്പോഴും, പിന്നെ സാധിക്കുന്നിടത്തോളം കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും, പിന്നെ കൂട്ടായ്മ പ്രാർത്ഥന, പ്രെയർ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കോടതിയിൽ കാണുന്ന അവസ്ഥ അവരോട് പങ്കുവയ്ക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനൊക്കെ സാധിക്കുന്നുണ്ട്. സിസ്റ്റർ ജ്യോതിസ്, കോടതിയിലെ ജോലി തിരക്കിലും ജയിൽ മിനിസ്ട്രിയിൽ ഇത്രയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോഴും സ്വന്തം പേഴ്സണൽ പ്രയറിന് എത്രത്തോളം സമയം കിട്ടുന്നുണ്ട്? അതിന് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, എൻ്റെ പ്രേക്ഷിത ജീവിതവും പ്രാർത്ഥനാ ജീവിതവും രണ്ടായിട്ട് കാണാൻ ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഓരോ ദിവസവും കോടതിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തന മേഖലയിലേക്ക് പോകുമ്പോൾ ആ ഈശോയോടൊപ്പം ആ പ്രാർത്ഥനയുടെ ശക്തിയോടുകൂടിയാണ് ഓരോ നിമിഷവും നീങ്ങുന്ന അനുഭവമാണ് എനിക്കുള്ളത്. എൻ്റെ കഴിവോ പ്രാപ്തിയോ കൊണ്ടല്ല ഞാൻ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അപ്പോൾ ഓരോ ദിവസവും പ്രാർത്ഥന, അത് രാവിലത്തെ വിശുദ്ധ ബലിയർപ്പണം മുതൽ ബലിയിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന കേസുകൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, എല്ലാ കുടുംബങ്ങളെയും ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ബലിയിൽ പങ്കുചേരാനും, ഒപ്പം തന്നെ അനുദിനമുള്ള ധ്യാനം, ധ്യാന സമയത്ത് ഈശോയോടൊപ്പം ആ ഒരു ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് സംലഭ്യമാകുക എന്നുള്ളതാണ്. അപ്പം പ്രാർത്ഥിക്കാൻ ദീർഘസമയം എനിക്ക് ലഭിക്കാറില്ല. പക്ഷേ ഉള്ള സമയങ്ങളിൽ, ധ്യാന സമയത്തും അല്ലാതെയുള്ള സമയങ്ങളിലും എല്ലാം ഈശോയുടെ മുമ്പിൽ സ്വസ്ഥമായിട്ടിരുന്ന് ഈശോയുമായിട്ട് കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് ഈശോയുടെ ആ ഒന്നായ അനുഭവത്തിൽ നിന്ന് മുമ്പോട്ട് പോകാനായിട്ടാണ് എനിക്ക് സാധിക്കുന്നത്. പിന്നെ അനുദിനമുള്ള സുവിശേഷ ഗ്രന്ഥ വായന, വചനം എന്നെ, ഞാൻ പറഞ്ഞല്ലോ, മഠത്തിൽ ചേർന്ന നാൾ തൊട്ട് ഒത്തിരി എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ഓരോ വചനവും എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് എനിക്കുള്ളത്. അപ്പോൾ ഓരോ ദിവസമുള്ള വായന, വചന വായന, സ്പിരിച്വൽ റീഡിങ്, ഇതൊക്കെ നമ്മളെ കൂടുതലായിട്ടും ഈശോയായിട്ട് അടുപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. കൃത്യസമയം എന്നതിനെക്കാട്ടുപരി കുറച്ച് സമയമുള്ളെങ്കിൽ പോലും അത് ഈശോയുടെ കൂടെ ആയിരിക്കാനും, പിന്നെ പകൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈശോയോടൊപ്പം ആയിരിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സന്യാസിനിയായ നിലയ്ക്ക് കമ്മ്യൂണിറ്റി, സമൂഹ ജീവിതത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പോൾ മറ്റ് സിസ്റ്ററുമായിട്ട് നമ്മളുടെ കോടതിയിലെ നിയമങ്ങളെ പറ്റിയിട്ടുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും മറ്റുമൊക്കെ അതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? കമ്മ്യൂണിറ്റിയിൽ ഞാനായിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിറ്റി മുഴുവൻ എൻ്റെ കൂടെയുള്ള, കോടതിയിൽ എൻ്റെ ഒപ്പം ഉള്ളൊരു അനുഭവമാണ് എനിക്ക്. എല്ലാ കാര്യങ്ങളും, കോടതിയിലെ കാര്യങ്ങളും, ഞാൻ ചെയ്യുന്ന കേസുകൾ, വ്യക്തികളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കമ്മ്യൂണിറ്റി വന്ന് പങ്കുവയ്ക്കും. ഞങ്ങളുടെ ഉല്ലാസ സമയത്ത് അതൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അവരും നമ്മുടെ ഒപ്പമുണ്ട്. കമ്മ്യൂണിറ്റി മുഴുവനും അവർ പ്രാർത്ഥനയിലൂടെയും നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവരൊപ്പമുണ്ട്. ആ ഒരു അനുഭവമാണ്. ഞാനിപ്പോൾ കുടമാളൂർ SD കോൺവെൻറ്റിലാണ്. 7 സിസ്റ്റേഴ്സാണ് ഞങ്ങളവിടെ ഉള്ളത്. അപ്പോൾ 7 പേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അനുഭവം. ആ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടും ആ കരുതലും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ നമ്മുടെ കോടതിയിലേക്കും മറ്റ് പ്രേക്ഷിത രംഗങ്ങളിലേക്കും ഇറങ്ങാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുകയാണ്. പിന്നെ ഒപ്പം തന്നെ സിസ്റ്റേഴ്സും, കമ്മ്യൂണിറ്റിയിലുള്ള സിസ്റ്റേഴ്സും, ഞങ്ങളുടെ പ്രോവിൻസിലുള്ള സിസ്റ്റേഴ്സ്, അധികാരികൾ, അവരെല്ലാം ഒപ്പമുണ്ട്. എപ്പോഴും സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒപ്പമുണ്ട്. സഭ മുഴുവനും എൻ്റെ ഒപ്പമുണ്ടെന്നുള്ള ആ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഏതൊരു നിർദ്ദേശത്തിനും പ്രതിസന്ധിയിലും അവരെപ്പോഴും താങ്ങും തണലുമായിട്ട് എൻ്റെ ഒപ്പമുണ്ടെന്നുള്ള ഒരു അനുഭവമാണ് എനിക്കുള്ളത്. സിസ്റ്റർ, ഇനി ഏതെങ്കിലും ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ?
ഹയർ സ്റ്റഡീസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് LLB മതി, അത് മതി. പിന്നെ ഞാൻ പഠിച്ച് കഴിഞ്ഞ് LLB കഴിഞ്ഞ ഉടനെ തന്നെ അധികാരികൾ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണെന്ന് എനിക്ക് കരുതുകയാണ്. ഇപ്പോൾ കൗൺസിലിങ്ങിൻ്റെ 3 വർഷത്തെ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് അവസരം ലഭിച്ചു. ഞാൻ ബാംഗ്ലൂരാണ് ചെയ്തത്. 3 വർഷത്തെ കോഴ്സ് പ്രാക്ടീസിനൊപ്പം തന്നെ അത് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ നാളുകളിൽ എൻ്റെ ഗൈഡായിരുന്നത് ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായ അഭിവന്യ തോമസ് തറയിൽ പിതാവാണ്. അപ്പോൾ പിതാവിൻ്റെ നിർദ്ദേശങ്ങളും ഗൈഡൻസും എന്നെ ഒത്തിരി ഈ ഫീൽഡിലും അത് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. നമ്മൾ ഒത്തിരി ആൾക്കാരോട് ഇടപെടുന്ന ഒരു ഫീൽഡാണിത്. അപ്പോൾ അവിടെയെല്ലാം ഈ മനഃശാസ്ത്രത്തിൻ്റെ അറിവ് നമുക്കൊത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനഃശാസ്ത്രം പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, പഠിച്ച നാളുകളിലും ഇതിന് ശേഷമൊക്കെ അതിൽ നിന്ന് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അറിവെന്ന് വെച്ചാൽ എൻ്റെ പരിമിതികളെയും കഴിവുകളെയൊക്കെ കൂടുതൽ അറിയുവാനും അംഗീകരിക്കുവാനും എന്നോട് തന്നെ കരുണ കാണിക്കാനും ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കാനും ഒപ്പം തന്നെ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഒരു അവരെ വിധിക്കാൻ എനിക്ക് അർഹതയില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് ലഭിച്ചു. അതെന്ന് വെച്ചാൽ ജീസസ് ഫ്രട്ടേണിറ്റിയോട് ചേർന്ന് ജയിൽ മിനിസ്ട്രിയിൽ അതിനകത്ത് പോകുന്നുണ്ട്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും അവിടെ ജയിലിൽ വിശുദ്ധ കുർബാന അർപ്പണം വടവാതൂർ സെമിനാരിയിൽ നിന്ന് അച്ഛന്മാരും ബ്രദേഴ്സും വന്ന് അവരോടൊപ്പം മറ്റ് സന്യാസ സമൂഹങ്ങളിലെ സിസ്റ്റേഴ്സും ഒക്കെ ചേർന്ന് ഞങ്ങളവിടെ ജയിലിലെ അന്തേവാസികളോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കുക. അതിന് മുമ്പായിട്ട് അവർക്ക് ആരാധനയും വിശുദ്ധ കുമ്പസാരത്തിനുള്ള അവസരമുണ്ട്. അങ്ങനെ പിന്നീട് അവരോട് സംസാരിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആദ്യ നാളുകളിലൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഇതായിരുന്നു, അവർ തെറ്റ് ചെയ്തവരാണ്, അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കണം എന്നാണ്. പക്ഷേ ഈ ഒരു പഠനത്തിനൊക്കെ ശേഷം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു, എന്തുകൊണ്ടാണ് അവരെ ഒരിക്കലും എനിക്ക് വിധിച്ച് മാറ്റി നിർത്താനായിട്ട് അർഹതയില്ല, എന്തുകൊണ്ടാണ് അവർ ഈ സാഹചര്യത്തിലേക്ക് വന്നത്, ഈ തെറ്റ് ചെയ്യാനിടയായത്, അവരുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെയാക്കി തീർത്തത്. അപ്പോൾ കരുണയോടെ സ്നേഹത്തോടെ അവരിലേക്ക് കടന്നു ചെല്ലാനും എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ അവരെ സ്നേഹിക്കാനും അവരെ ശ്രവിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. വൈദികര സന്യസ്തരമായ ഒരുപാട് പേർ അഭിഭാഷക വൃത്തിയിൽ നിന്ന് ഏർപ്പെടുന്നത് നമ്മുടെ സഭയ്ക്ക് പ്രതീക്ഷയും സന്തോഷവും ഉളവാക്കുന്ന ഒരു കാര്യമാണ്. സിസ്റ്ററിന് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സിസ്റ്റേഴ്സും വൈദികരും സന്യസ്തരുമായവർ ഈ ഒരു മേഖലയിൽ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സമൂഹത്തിന് പാവങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ ഈ ശുശ്രൂഷ മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് കോടതി തന്നെ അംഗീകരിച്ച ഒരു അനുഭവമാണ്. അപ്പോൾ എനിക്ക് ഈ രംഗത്തേക്ക് കോടതിയിൽ LLB പഠിച്ചാൽ മാത്രം പോരാ, കോടതിയിൽ പ്രാക്ടീസിനായിട്ട് വൈദികരും സന്യസ്തരും കടന്നു വരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ബേബി സെബാസ്റ്റ്യൻ. ഞാൻ കൂരപ്പുഴവിളിയിൽ താമസിക്കുന്ന ആളാണ്. എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാനൊരു വിദ്യാഭ്യാസം എടുത്തായിരുന്നു. അത് ചില സാങ്കേതിക കാരണങ്ങൾ ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ സാധിച്ചില്ല. കുട്ടിക്ക് ജോലിയും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ അത് ബാങ്കുകാർ കേസായി കോടതി വിധി വന്നു. എനിക്ക് ആകെ ഉള്ളത് 3 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടുമാണ്. ഞങ്ങൾ 7 അംഗങ്ങൾ കഴിയുന്നൊരു വീടാണത്. അത് ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യാനുള്ള നോട്ടീസ് വന്നു, ജപ്തിയായി. അപ്പോൾ ഞാൻ സിസ്റ്ററെ കാണുകയും സിസ്റ്ററിന് വേണ്ടി എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്തു. സാമ്പത്തികം ഒന്നുമില്ലാതിരുന്ന എന്നെ, രോഗിയായിരുന്ന എന്നെ കൈ പിടിച്ച് അതിനകത്ത് ഉയർത്തിയതും എനിക്ക് മനസ്സമാധാനവും ധൈര്യവും തന്ന് ആ കേസിന് മുന്നോട്ട് പോയ എല്ലാ കാര്യങ്ങളും സിസ്റ്ററിൻ്റെ ഒറ്റ കഴിവുകൊണ്ട് ചെയ്തതാണ്. സിസ്റ്റർ ചെയ്തൊരു വലിയ ദൈവകാര്യം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റുകയില്ല. ഞാനും എൻ്റെ കുടുംബവും സിസ്റ്ററോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. തന്നെയല്ല, ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. അതിനു വേണ്ട ധൈര്യം തരികയും ഞങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറേണ്ട ധൈര്യം തരികയും എല്ലാം ശരിയാകും, ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് സിസ്റ്റർ എൻ്റെ മുന്നോട്ടിറങ്ങി. അങ്ങനെ ഞങ്ങൾ സിസ്റ്ററിന് വേണ്ട എല്ലാ നിയമസഹായങ്ങളും വഴികളും പറഞ്ഞു തന്നു. അവസാനം അത് കാഞ്ഞിരപ്പള്ളി കൂടയിൽ ചെന്ന് രണ്ടാമത് ഒരു അപ്പീലും എടുത്ത് ശരിയായി. ഞങ്ങളുടെ വീടും എൻ്റെ ഒരു കൊച്ചു വീടും പറമ്പും ആ ജപ്തിയിൽ നിന്ന് ഇപ്പോൾ ഒഴിവായി നിൽക്കുകയാണ്. സിസ്റ്ററിൻ്റെ ആ ഒറ്റ സാന്നിധ്യമില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ ഈ 7 അംഗമുള്ള കുടുംബവും ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കാരണം 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ വഴിയിലിറങ്ങേണ്ട സാഹചര്യം വന്നതാണ്. അതിനുവേണ്ടി സിസ്റ്റർ വളരെ ആത്മാർത്ഥയോടെ ഒരു പൈസ പോലും പ്രതിഫലം പറ്റാതെയും എന്നെ അങ്ങേയറ്റം സഹായിച്ചും എനിക്ക് ധൈര്യം തന്നും ഞങ്ങളുടെ കുടുംബ നിലത്തിൽ സിസ്റ്ററോടുള്ള ആ നന്ദിയും കടപ്പാടും എനിക്കും എൻ്റെ തലമുറയ്ക്കും ഒരു കാരണവശാലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണല്ലോ. നമ്മുടെ സമൂഹത്തിൽ പലർക്കും പല നിയമങ്ങളെയും പറ്റിയും അറിവില്ലാത്തവരാണ്. അഗതികളുടെ സഹോദരിയായ സിസ്റ്റർ ജ്യോതിസിന് മറ്റുള്ളവർക്ക് നിയമ വെളിച്ചമാകുവാനും പാവങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം നമ്മളോടൊപ്പം ആയിരുന്നുകൊണ്ട് സിസ്റ്ററിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. സിസ്റ്ററിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തന മേഖലകളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.
മറ്റൊരു സമർപ്പിത ജീവിതത്തിൻ്റെ വിശേഷങ്ങൾക്കായി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം.